Hi students, Apple Bee Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഏരിയ ആണ്. നമ്മുടെ റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏരിയയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിലെ നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. സോ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു ടോപ്പിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കിയിരിക്കണം എന്നുള്ളതാണ്. സോ എന്താണ് നമ്മൾ ബേസിക്കലി ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്? നെറ്റ്വർക്ക് അനാലിസിസിൽ നമുക്ക് ബേസിക്കലി ഉള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഇവന്റ് ഓറിയൻറ്റഡ് ഡയഗ്രാം എന്നുള്ളത് തന്നെയാണ്. സോ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് എടുത്ത് അത് ചെയ്യുന്നതിന് ഒരു പ്രോപ്പറായിട്ടൊരു സീക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഡെവലപ്പ് ചെയ്യുകയാണ് ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വഴി ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ഐദർ ബി ഇവന്റ് ഓറിയൻറ്റഡ് ഓർ ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. ലെറ്റ്സ് സീ. ഇവന്റ് ഓറിയൻറ്റഡ് ഡയഗ്രാംസ് ആർ ഓൾസോ നോൺ ആസ് PERT ഡയഗ്രാംസ്. അപ്പോൾ PERT എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തോണം വിച്ച് ഇസ് ഇവന്റ് ഓറിയൻറ്റഡ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. PERT ഇസ് ഫോർ ഇവന്റ് ഓറിയൻറ്റഡ്. അതായത് PERT ഡയഗ്രാംസിൽ നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന എന്തിനായിരിക്കും? ഇവന്റ്സിനായിരിക്കും എന്നുള്ളതാണ്. സോ ആൻഡ് ആ അറേഞ്ച് ചെയ്ത് വരുന്ന നെറ്റ്വർക്ക് ഡയഗ്രാം ഒരു ലോജിക്കൽ സീക്വൻസ് ആയിരിക്കും. അതായത് അത് അതിനൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്നാണ് അതിൽ നിന്ന് പ്രത്യേകിച്ച് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കണം എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് അവിടെ ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? CPM ആണ്. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് CPM. സോ ഹിയർ എംഫസിസ് ഇസ് ഗിവൺ ഓൺ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ പോയിന്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. PERT നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഇവന്റിനാണെങ്കിൽ CPM നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആക്ടിവിറ്റീസിനാണെന്നുള്ളതാണ്. ആൻഡ് അതും ഒരു പ്രോപ്പർ ഓർഡറിൽ തന്നെ വേണം അറേഞ്ച് ചെയ്യാൻ. അതിനൊരു കൃത്യമായിട്ടൊരു ഓർഡർ, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നൗ ഇവിടെ നമ്മൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു, ഇവന്റ് എന്ന് പറഞ്ഞു. എന്താ ഈ ആക്ടിവിറ്റി ഇവന്റ്സും ഒക്കെ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് when a project is broken into many identical parts or tasks, each of these parts or tasks is known as activity. ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ എടുക്കുകയാണ്, ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ആക്ടിവിറ്റി എന്ന് വിളിക്കാം. ഓക്കെ. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ എ പ്രോജക്റ്റ് ടു ബി കംപ്ലീറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ ടൈം സ്പാൻ ആൻഡ് റിക്വയർ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. അപ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിന് സമയം വേണം, അല്ലെ? നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിന് സമയം എടുക്കും, അതിന് ഫിനാൻഷ്യലി നമുക്ക് റിസോഴ്സസ് മേ ബി ആവശ്യമായിട്ട് വരും, അതല്ലാതെ പലതരത്തിലുള്ള റിസോഴ്സ് ആവശ്യം വരും. അപ്പം റിസോഴ്സ് ആവശ്യമുള്ള നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിങ് എ വാൾ ഓർ ഡിഗിങ് ഫോർ പുട്ടിങ് അപ്പ് എ ഫൗണ്ടേഷൻ ഫോർ എ ബിൽഡിംഗ്. അപ്പോൾ ഇതൊക്കെ ഓരോ പ്രോസസ്സ് അല്ലേ? അപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്ന പ്രോസസ്സ്, ബിൽഡിങ് എ വാൾ എന്ന് പറയുമ്പോൾ അത് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഈസ് നോൺ ആസ് ഇറ്റ്സ് ഡ്യൂറേഷൻ, അല്ലേ? അപ്പോൾ ആ ഒരു വാള് കിട്ടി തീരാൻ എടുക്കുന്ന സമയമാണ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിപ്പോൾ നമുക്കൊരു 2-3 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണെങ്കിൽ അതാണ് അവിടുത്തെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ ഇവന്റ് എന്ന് പറയുന്നത്? See, it represents instance in time when certain activity have been started or completed. അപ്പോൾ ഒരു ആക്ടിവിറ്റി തുടങ്ങുകയോ അത് തീരുകയോ ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇവന്റ് എന്ന് പറയുക. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബിൽഡിങ് അവിടെ വോളിൻ്റെ ആയിരുന്നു. ഇപ്പോൾ വോള് കെട്ടാൻ തുടങ്ങി, കെട്ടിത്തീർന്നു. അപ്പോൾ ആ സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ് പോയിന്റ് മാത്രമാണ് ഇവന്റ്. അതിനിടയിൽ നടന്ന പ്രോസസ്സ് എല്ലാം എന്താണ്? ആക്ടിവിറ്റീസ് ആണെന്നുള്ളതാണ്. സോ ഡിസ്ക്രൈബ്സ് ടു സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് എ ടാസ്ക്. ഇവന്റ് ഇസ് എ പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഡസ് നോട്ട് കൺസ്യൂം. ഇപ്പം അവിടെ ഒരു ബിൽഡിംഗ് കെട്ടാൻ പോകുകയാണ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഇല്ല, അത് ചെയ്യുമ്പോഴാണ് അത് കോസ്റ്റ് ആവുന്നത്, അല്ലേ? അപ്പം ആ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ആക്ടിവിറ്റിയാണ്. ചെയ്യുന്നു എന്നുള്ള തോട്ട് അല്ലെങ്കിൽ അത് ചെയ്തു എന്ന് പറയുമ്പോഴും അതിനിടയിൽ വന്ന കാര്യത്തിനല്ലേ കോസ്റ്റ് ആണ്. അപ്പം ഇവന്റ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു കോസ്റ്റ് ഇല്ല, ആക്ടിവിറ്റിയിലാണ് പ്രോസസ്സ് സംഭവിക്കുന്നത്. സോ അവിടെയാണ് നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യുന്നതും കോസ്റ്റുകൾ ഉണ്ടാവുന്നത്. ഓക്കെ. സോ ഇവന്റ്, ആക്ടിവിറ്റി, ഇത് രണ്ടും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. നൗ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. PERT, Program or Project Evaluation and Review Technique, is appropriate for projects where the time needed to complete the different activities are not known. പൊതുവെ PERT നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അത്ര അതിനെക്കുറിച്ച് അറിവില്ലാത്ത, അല്ലെങ്കിൽ നമുക്കതിപ്പോൾ ഒരു റിസർച്ച് പോലത്തെ കാര്യമൊക്കെയാണ്, നമുക്ക് ഇപ്പോൾ എക്സാക്ട് ഒരു ഇത്ര ദിവസം എന്നൊക്കെ നമുക്ക് കറക്റ്റ് ടൈം പറയാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണ്. അപ്പം അത് എത്രത്തോളം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടെ മുന്നോട്ട് ദിവസങ്ങൾ പോകാതിരിക്കാം, കുറേ ആയിരിക്കാം. അപ്പം അത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എത്ര സമയം എടുക്കും, എത്ര നേരം കൊണ്ട് തീരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെയുള്ളിടത്താണ് നമ്മൾ CPM യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അത്രത്തോളം അതിനെക്കുറിച്ചൊരു എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റാത്തിടത്താണ് നമ്മൾ
പെർട്ട് യൂസ് ചെയ്യുക കേട്ടോ. CPM or critical method is apt for the projects which are recurring in nature. ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം അല്ലേ. ഇപ്പം നിങ്ങൾ എന്നും ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഫുള്ളി എടുത്ത് തീർക്കാൻ എത്ര സമയം വേണമെന്ന് എനിക്കറിയാം, കാരണം ഞാൻ ഈ ടോപ്പിക്ക് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നന്നായിട്ട് അറിയാവുന്ന പഠിക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്കത് എക്സാക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മൾ CPM യൂസ് ചെയ്യുന്നത്, അതായത് റിക്കറിങ് നേച്ചറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് പെർട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണ് നമുക്ക് അത്രത്തോളം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തടത്താണ് നമ്മൾ പെർട്ട് യൂസ് ചെയ്യുക. Okay, a system that helps in proper scheduling and coordination of all tasks throughout the project, which also helps in keeping track of progress or lack thereof and ഓവറോൾ പ്രൊജക്റ്റ്. അപ്പോൾ ഈ പെർട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രോപ്പർ സീക്വൻസ് ഡെവലപ്പ് ചെയ്ത് തരികയാണ്. അപ്പം അതിന് എത്രത്തോളം സമയം എടുക്കും, എത്ര സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ആകും, ഇങ്ങനെയുള്ളൊരു ഏകദേശ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് തരാൻ ആർക്ക് സാധിക്കും? പെർട്ടിന് സാധിക്കും എന്നുള്ളതാണ്. CPMലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു റിക്കറിങ് നേച്ചറിലുള്ള അല്ലെങ്കിൽ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത പ്രൊജക്ട്സുകളിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പേസ് പ്രോഗ്രാംസ്, വെഡ്ഡിങ്, അല്ലെങ്കിൽ ഹോസ്റ്റ് ഷോസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം? CPM മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദ മോസ്റ്റ് ലോജിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഫോർ അക്കംപ്ലിഷിങ് എ പ്രോജക്റ്റ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടൊരു ഒരു പെർട്ടിക്കുലർ കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്ന പ്രോപ്പർ പ്ലാനിങ്, അതെപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് CPM ത്രൂ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ശരിക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് CPMഉം പെർട്ടും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. ലെറ്റ്സ് സീ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ ഒരു ബേസിക് മീനിങ് തന്നെ നോക്കാം. പെർട്ട് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അൺസർട്ടൺ ആയിട്ടുള്ള ആക്ടിവിറ്റി, വിച്ച് ഇസ് നോട്ട് സർട്ടൺ അല്ലേ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ളിടത്താണ് നമ്മൾ പെർട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ CPM എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആക്ടിവിറ്റിയാണ്. നമുക്കിത് ഇന്നതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, കാരണം അത് റിക്കറിങ് നേച്ചറിലുള്ളതായതുകൊണ്ട്. അവിടെയാണ് നമ്മൾ CPM യൂസ് ചെയ്യുന്നത്. പെർട്ട് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ടൈം. ടൈമിനാണ് ഇവിടെ പ്രാധാന്യം. ബിക്കോസ് ഇവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ടൈം എന്ന് പറയുന്ന റിസോഴ്സിനാണ്. ബട്ട് CPMലേക്ക് വരുമ്പോൾ കോസ്റ്റും ടൈമും കൺസിഡർ ചെയ്യുന്നുണ്ട്, രണ്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കോസ്റ്റിനാണെന്നുള്ളതാണ്. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി പെർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും ഇവന്റ് ഓറിയന്റഡ്, ആൻഡ് CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് അല്ലേ. ഇനി ഈ പറയുന്ന പെർട്ട് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൊക്കെയാണ്. അതേസമയം CPM എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് CPM. Then PERT is probabilistic model. എന്തുകൊണ്ടാണ് നമുക്ക് പ്രോബബിലിറ്റി പറയാൻ പറ്റുള്ളൂ? വി കൻ സേ ഇറ്റ്സ് ഓൺലി അബൌട്ട് ചാൻസസ്. നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ ഡിറ്റർമിൻ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് പറ്റുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മോഡലിനെ നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ, കാരണം എക്സാക്ട്ലി നമുക്കത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പെർട്ട് ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ടൈമിനെയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. CPM ടൈമും കോസ്റ്റും നോക്കുന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുണ്ട്? കോസ്റ്റിന് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ ആ പോയിന്റ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ടൈം എസ്റ്റിമേറ്റ്സ്. പെർട്ട് സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ 3 തരത്തിലുള്ള ടൈം എസ്റ്റിമേറ്റ്സ് ഉണ്ട്. പക്ഷെ CPMന് ഒരൊറ്റ ടൈം എസ്റ്റിമേറ്റ് ഉള്ളൂ എന്നുള്ളതാണ്. ആൻഡ് പെർട്ട് വിച്ച് ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ ഹൈ പ്രിസിഷൻ ആൻഡ് ടൈം എസ്റ്റിമേറ്റ്. പക്ഷേ ഇവിടെ നമുക്ക് അത്രത്തോളം ഒരു അക്യുറസിയോ കാര്യങ്ങളോ, ഇവിടെ നമുക്ക് റീസണബിൾ ടൈമിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും എവിടെ വരിക? CPMൽ. പക്ഷെ പെർട്ട് നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ടൈം വെച്ച് പറയാമെന്ന് പറയുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതാണ് നമ്മളതിനെ പ്രോബബിലിസ്റ്റിക് മോഡലിൽ കൺസിഡർ ചെയ്യാൻ കാരണവും. പൊതുവെ പെർട്ട് ഡീൽ ചെയ്യുന്ന അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസിലാണ്, പക്ഷേ CPM ഡീൽ ചെയ്യുന്ന എന്തിനാണ്? പ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസിനെയാണ്. നൗ ഇവിടെ നമ്മൾ എടുത്ത് പറഞ്ഞു പോയൊരു പോയിന്റ് 3 ടൈം എസ്റ്റിമേറ്റ്സ്. ഏതൊക്കെ ഈ ടൈം എസ്റ്റിമേറ്റ്സ്? അതുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. So time required to estimate project time requirements, which include optimistic, pessimistic, most likely time. എന്ത് ഈ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത്? നമുക്കൊരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ സമയത്തെയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 10 ദിവസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഡേ, അതിനെ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയും. പെസിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഡേയ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പെസിമിസ്റ്റിക്. അതായത് ഒരു 15 ദിവസം. ഓക്കെ, ഏറ്റവും കുറഞ്ഞതിനെ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് എന്നും ഏറ്റവും കൂടിയതിനെ നമ്മൾ പെസിമിസ്റ്റിക് എന്നും പറയുന്നു. ആൻഡ് വാട്ട് ഇസ് ദിസ് മോസ്റ്റ് ലൈക്ലി? ഇതിനിടയിലുള്ളൊരു ബാലൻസ്ഡ്, ഏറ്റവും കുറഞ്ഞതുമല്ല ഏറ്റവും കൂടിയതുമല്ല, ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നത്. അസ്യൂമിങ് ദാറ്റ് ദർ ആർ നോ പ്രോബ്ലംസ്, ദ ബെസ്റ്റ് ഓർ മോസ്റ്റ് റീസണബിൾ എസ്റ്റിമേറ്റ് ഓഫ് ഹൗ ലോങ് ഇറ്റ് ഷുഡ് ടേക്ക് ടു കംപ്ലീറ്റ് എ ടാസ്ക്. അതായത് വേറെ കാര്യങ്ങളിലൊന്നും തടസ്സമോ ബുദ്ധിമുട്ടോ ഒന്നും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി തീർത്തെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമായിട്ട് കണക്കാക്കുന്നത്. അതായത്
ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടല്ല, വളരെ സിമ്പിളായിട്ട് വളരെ അറേഞ്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബാലൻസ് ടൈം, അതാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, അപ്പോൾ ഈ ടേംസുകൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നൗ നമുക്ക് വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. 3 ടൈം എസ്റ്റിമേറ്റ്സ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ്. 3 ടൈം എസ്റ്റിമേറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെ? CPM-ലാണോ, പെർട്ടിലാണോ? ലീനിയർ പ്രോഗ്രാമിംഗ് വേറെ ടോപ്പിക്കാണ്, ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്കും വേറെ ടോപ്പിക്കാണ്. സോ ഇറ്റ് ക്യാൻ ഐദർ CPM ഓർ പെർട്ട്. ഏതാണത്? ഉറപ്പായിട്ടും പെർട്ടാണ് ടൈമിന് പ്രാധാന്യം കൊടുക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. സോ ഓരോ ടോപ്പിക്കുകളും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് കേരള സെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കൊമേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ച് അതിലെ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഐഡിയ ആണ് ഇല്ലാത്തതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്പിൾ ബി അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം ഡീൽ ചെയ്യുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോസ്, അതോടൊപ്പം നോട്ട്സ്, PPTs, ടെസ്റ്റ് പേപ്പർ ഇൻക്ലൂഡ് ചെയ്യുന്ന LMS പ്ലാറ്റ്ഫോം ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് 24/7 അത് യൂസ് ചെയ്യാൻ സാധിക്കും. എപ്പോഴാണോ നിങ്ങൾ കംഫർട്ടബിൾ, ഏത് ടൈമിലാണോ നിങ്ങളത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അക്സസിബിൾ ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം ആപ്പിൾ ബി അക്കാഡമിയുടെ ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും. സോ ലൈവ് സെഷനിൽ നമുക്ക് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആപ്പിൾ ബി അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. Thank you and happy learning.